നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മേടം 18 അതായത് 1/5/2025 ശകവർഷപ്രകാരം 1947 വൈശാഖ മാസം 11 ഉത്തരായന കാലം വസന്ത ഋതുവിൽ ശുക്ലപക്ഷ ചതുർത്ഥിയിൽ വ്യാഴാഴ്ചയും മകയിരം നക്ഷത്രവും വരുന്ന ദിവസം പകൽ 5:52 AM സൂര്യോദയവും 6:21 PM സൂര്യ അസ്തമനവും രാഹുകാലം 1:39 PM മുതൽ 3:13 PM വരെയും ഗുളികകാലം 8:58 AM മുതൽ 10:32 PM വരെയും യമകണ്ഠകാലം 5:51 PM മുതൽ 7:25 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:42 AM മുതൽ 12:04 PM വരെയും 12:08 PM മുതൽ 12:30 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വൃശ്ചിക രാശിക്കാർക്ക്. ഈ ദിവസത്തെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രഹനില പ്രകാരം സൂര്യൻ മേടത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. ഉദയവും മേടത്തിൽ തന്നെയാണ്. ചന്ദ്രൻ നിൽക്കുന്നത് മിഥുനൻ രാശിയിൽ, ബുധൻ മീനത്തിലും, ഗുരു ഇടവത്തിലും, ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിലും, കന്നിയിൽ കേതുവും. ഗുളികോദയം മിഥുനം രാശിയിലും ആയി ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരം തുടരുന്നു. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യാഴാഴ്ചയായതുകൊണ്ട് മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വിഷ്ണുപാദത്തിൽ തുളസിപ്പൂ വെച്ച് മനസ്സുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാനെ പറയാം. സന്താനങ്ങളുടെ സൽബുദ്ധിക്കായി സന്താനങ്ങൾ 4 നീറ്റ് പരീക്ഷയൊക്കെ നടക്കാൻ പോകുന്നു. അങ്ങനെ പരീക്ഷ എഴുതിയവരുടെയൊക്കെ നല്ല റിസൾട്ട്, പിന്നെ ഉയർന്ന പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട അഡ്മിഷൻ കിട്ടണം. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വ്യാഴാഴ്ച വ്രതമെടുക്കുമ്പോൾ സന്താനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ നടത്തിത്തരും. പക്ഷെ അത് വിശ്വാസത്തോടുകൂടി ചെയ്യുക എന്ന് മാത്രം. ഒരു വ്യാഴാഴ്ചയല്ല, കഴിയുന്നത്രയും വ്യാഴാഴ്ച സന്താനങ്ങളുടെ സദ്ഗതിക്കായി നമുക്ക് വ്രതമെടുക്കാം. കഴിയുമെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊരു 11 പ്രാവശ്യം ജപിക്കാം. അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നൊരു 108 പ്രാവശ്യം ജപിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം. ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കാം. അതൊക്കെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് നാമം ജപിക്കുമ്പോൾ, കീർത്തനങ്ങൾ ആലംബിക്കുമ്പോൾ ഭഗവാൻ വിഷ്ണു പ്രസാദിക്കുകയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവുകയും അതുവഴി സന്താനങ്ങൾ രക്ഷപ്പെടുമ്പോൾ ഓരോ കുടുംബവും രക്ഷപ്പെടുമ്പോൾ സമൂഹം രക്ഷപ്പെടുമ്പോൾ രാഷ്ട്രവും രക്ഷപ്പെടും. അതിന് എല്ലാവർക്കും വ്യാഴാഴ്ച ദിവസം ദാനധർമ്മങ്ങൾ ചെയ്ത് ദൈവാധീനം വരുത്തി ഈശ്വരപ്രീതി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി സ്ഥാനത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. ഉത്സവാഘോഷങ്ങളിൽ പങ്കുകൊള്ളും. അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമാം വിധം രക്ഷപ്പെടും. കുടുംബത്തിൽ അരിഷ്ടതകൾ, പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവപ്പെടാം. മധ്യസ്ഥത നിൽക്കേണ്ട സാഹചര്യവും വന്നു ചേരും. ദൂരയാത്രകൾ നടത്തേണ്ടി വരും. വ്യാപാരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായി വരാം. മാതാവിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാനായി കിണഞ്ഞ് പരിശ്രമിക്കും. ചിലവുകൾ വർദ്ധിക്കും. എല്ലാ ഫലങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി
രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴി, വ്യാഴാഴ്ചയായതുകൊണ്ട് സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാ ഗുണഫലങ്ങളും നൽകും. ഇടവം രാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാന വർധനവ് നിലവിൽ വരും. തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള സാധ്യത വന്നു ചേരും. നിർത്തിവച്ചിരുന്ന കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. അനുകൂലമായ ജോലി മാറ്റം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. സാമൂഹിക പ്രവർത്തനം മൂലം പ്രശസ്തി ഉണ്ടാവും. പരീക്ഷണാർത്ഥം ചെയ്ത കാര്യങ്ങൾ വിജയിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പല രംഗത്തെയും ഉത്സാഹത്തോടെ ഇടപെടും. വീട് പണി പൂർത്തിയാക്കും. തൊഴിൽ മാറ്റങ്ങളും വഴിത്തിരിവുകളും വന്നേക്കാം. സ്വാധീനമുള്ളവരുമായുള്ള ബന്ധം പ്രയോജനപ്പെടുത്തും. ആരോഗ്യം അല്പം മെച്ചപ്പെടും. മികച്ച ജീവിത അനുഭവങ്ങൾ ഉണ്ടാവും. പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും. മാറ്റിവെച്ച തീർത്ഥയാത്രകൾ നടത്തുന്നതിനുള്ള സാഹചര്യവും തെളിഞ്ഞു വരും. രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നതുകൊണ്ട്, രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ദൈവാധീനം ധാരാളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ഒരു 18 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ 11 പ്രാവശ്യമെങ്കിലും ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുക. ഗുരുക്കന്മാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക. കഴിയുന്നത്രയും ദൈവാധീനം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടുകൂടി എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള സാഹചര്യം വന്നു ചേരും. ശത്രുശല്യമൊക്കെ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജോലിയിൽ അല്പസ്വല്പം പുരോഗതി പ്രതീക്ഷിക്കാം. വിദേശയാത്രയ്ക്കുള്ള തീരുമാനങ്ങൾ ശക്തമാകും. പൂർവിക സ്വത്ത് അധീനതയിൽ വന്നു ചേരാം. വാക്കുതർക്കങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അത് മനോവേദനയ്ക്ക് കാരണമാവും. പുതിയ കെട്ടിടം വാങ്ങുവാനായി ശ്രമിക്കും. മാതാവിൻ്റെ അസുഖത്തിന് അല്പം ഭേദം വരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മധ്യസ്ഥത ചർച്ചകളൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. ജോലി മാറ്റത്തിന് ശ്രമിച്ചാൽ അത് നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. വലിയ പ്രശ്നങ്ങളെ വിജയകരമായി അഭിമുഖീകരിക്കുവാനുള്ള ഒരു ഊർജം വന്നു ചേരും. മനസ്സമാധാനം വർദ്ധിക്കും. ജീവിതത്തിലെ പല വഴിത്തിരിവുകളിലും സഞ്ചരിച്ച് വിജയപ്രാപ്തി നേടുവാൻ രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ശ്രീരാമസ്വാമിയുടെ അവതാരമൂർത്തികളുടെയൊക്കെ അനുഗ്രഹമുണ്ടാകട്ടെ. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച്, ഭഗവാൻ ഒരു തുളസിമാലയൊക്കെ സമർപ്പിച്ച്, സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിച്ച് വ്രതമെടുക്കുമ്പോൾ, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. കർക്കിടകം രാശി. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ തുറന്നു കിട്ടും. പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടും. ശാരീരിക വിഷമതകൾ അല്പസ്വല്പം മാറിക്കിട്ടും. IT രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കാവുന്ന സമയമാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം പൂവണിയുന്ന സമയം. സമൂഹത്തിൽ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നു. സത്യനാരായണ പൂജയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമ പാരായണവും ഹരേ രാമ ജപവും ഒക്കെ വളരെ ഗുണഫലങ്ങൾ നൽകും. സന്താനങ്ങളെക്കുറിച്ചോർത്ത് സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. ചർച്ച, മധ്യസ്ഥത ഇവയിലൊക്കെ പങ്കുകൊള്ളുകയും അല്പം അലോരസം സൃഷ്ടിക്കുകയും ചെയ്യും. ജോലി മാറ്റത്തിന് ശ്രമിച്ചാൽ നടക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തുക.
ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകളൊക്കെ മാറി സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അല്പസ്വല്പം ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ തൊഴിലാളി ദിനം സർവ ഐശ്വര്യത്തോടും കൂടി എല്ലാ തൊഴിലാളികൾക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. എല്ലാ തൊഴിലാളികൾക്കും സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഇനി നമുക്ക് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൂമി വിൽപ്പനയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതോടൊപ്പം അതിൽ നിന്നും അല്പം ലാഭവും പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകളൊക്കെ മാറിക്കിട്ടും. സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. പണം കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അന്യദേശവാസത്തിന് യോഗം കാണുന്നു. അലസതയെല്ലാം മാറി കർമ്മരംഗം കൂടുതൽ ഊർജ്ജസ്വലമാക്കും. തൊഴിലിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്കായി ശ്രമിക്കും. ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി തീവ്ര ശ്രമം നടത്തും. ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ഭിന്നതകളെല്ലാം എല്ലാ തരത്തിലുള്ള ഭിന്നതകളെയും മാറ്റി ഏകീകരിച്ച് സമവായത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കും. അബദ്ധങ്ങളിൽ നിന്നും രക്ഷ നേടും. അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് ശ്രേയസ് വർദ്ധിപ്പിക്കും. പ്രിയജനങ്ങളെ സഹായിക്കും. പുതിയ വസ്തുക്കൾ വാങ്ങും. വ്യവഹാരങ്ങളിൽ വിജയിക്കും. ഈ സൗഭാഗ്യങ്ങളെല്ലാം നിലനിർത്തി കിട്ടുന്നതിന് രാശിനാഥനായ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തോടെ വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രജപത്തോടെ ദിവസം ആരംഭിക്കുക. നെയ്ദീപം തെളിച്ച് തുളസിമാലയൊക്കെ ഭഗവാന് ചാർത്തി ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ മംഗളങ്ങളും വന്നു ചേരും. സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശൻ്റെ അനുഗ്രഹത്തിനായി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാ സന്തതികൾക്കും സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള സമയമാണ്. എല്ലാം ശുഭമായി പര്യവസാനിക്കട്ടെ. കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അന്യദേശവാസത്തിന് യോഗം കാണുന്നു. അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് യശസ്സും ആഡംബര യശസ് വർദ്ധിപ്പിക്കുകയും അതുവഴി അല്പം പ്രശസ്തി മാത്രമല്ല ധന സമ്പാദനവും കൂടി സാധ്യമാകുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് അനുകൂല സമയമാണ്. ആഗ്രഹിച്ച കോഴ്സ് പഠിക്കുന്നതിനുള്ള സാഹചര്യം ലഭിക്കും. മക്കളുടെ വിവാഹ കാര്യത്തിൽ വളരെ നല്ല വഴിത്തിരിവ് ഉണ്ടാവും. ബന്ധുക്കളുമായുള്ള പിണക്കവും അകൽച്ചയും മാറും. സാഹസികതയും എടുത്തുചാട്ടവും എല്ലാം നിയന്ത്രിച്ച് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക. വിശിഷ്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുമ്പോൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുക. തൊഴിൽപരമായ തിരക്ക് വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നല്ല പങ്കാളികളെ, വ്യവസായത്തിൽ നമുക്ക് പറ്റിയ പങ്കാളികളെ കിട്ടുകയും അവരുമായി നല്ല രീതിയിൽ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്യും. വെല്ലുവിളികളെ നിഷ്പ്രയാസം അതിജീവിക്കാനുള്ള ഊർജം വന്നു ചേരും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുമ്പോൾ സന്തതി സൗഭാഗ്യങ്ങളും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക തൊഴിലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സ്ഥിരപ്പെട്ട് കിട്ടുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾക്ക് സാധ്യത കാണുന്നു. പ്രിയജനങ്ങളെ സഹായിക്കാനുള്ള വേദി വന്നു ചേരും. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള സന്ദർഭവും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു ആർജവവും വന്നു ചേരുന്നതാണ്. വ്യവസായ സംരംഭങ്ങൾ വിപുലീകരിക്കും. വീട് പണി പൂർത്തിയാക്കും.
എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥത പുലർത്തും. അനുമോദനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനും നെയ്ദീപം തെളിച്ച് കഴിയുന്നതും തുളസീദളം ഭഗവത്പാദത്തിൽ സമർപ്പിച്ച് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുമ്പോൾ, ഹരേ രാമൻ ജപിക്കുമ്പോൾ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള വ്യഗ്രത പുലർത്തും. വ്യവസായത്തിൽ നല്ല പങ്കാളികളെ ലഭിക്കും. വെല്ലുവിളികളെ നിഷ്പ്രയാസം നേരിടും. ഭാഗ്യം പല രീതിയിലും തുണയാകും. ഭാഗ്യത്തോടൊപ്പം തന്നെ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. പ്രിയജനങ്ങൾ വഴി നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഭാവി കാര്യങ്ങൾ സുരക്ഷിതമാക്കി മുന്നോട്ട് പോകുവാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. ഇഷ്ടകാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനാവും. സംയുക്ത സംരംഭങ്ങൾ ഗുണം ചെയ്യും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. പ്രിയജനങ്ങളെ സഹായിക്കുക വഴി അവരുടെ ആദരവ് പിടിച്ചുപറ്റുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കും. താൽക്കാലിക തൊഴിലുകളൊക്കെ സ്ഥിരപ്പെടുന്നത് വഴി സന്തോഷവും സമാധാനവും ലഭിക്കും. ലഭിച്ച സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകുവാൻ രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് ഓം നമോ നാരായണായ ജപിച്ച് വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരമൊക്കെ ജപിച്ച് നെയ്ദീപം തെളിച്ച് തുളസിമാല സമർപ്പിച്ച് വ്രതമെടുത്ത് മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ പ്രയാസങ്ങളൊക്കെ അല്പസ്വല്പമായി മാറിക്കിട്ടുന്നതാണ്. സഹായ വാഗ്ദാനങ്ങളൊക്കെ നിറവേറും. തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ തീരുമാനങ്ങൾ, കർമ്മരംഗത്തേക്കുള്ള പുതിയ തീരുമാനങ്ങൾ ഗുണം ചെയ്യുന്നതാണ്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ പറഞ്ഞ് മാറ്റിയെടുക്കും. പഠനത്തോടനുബന്ധിച്ചുള്ള തൊഴിലുകൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക സന്തോഷം അനുഭവിക്കുവാൻ യോഗം കാണുന്നു. കുട്ടികളുടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. സാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. തെറ്റുകൾ മനസ്സിലാക്കി പരിഹരിക്കുവാനുള്ള സന്ദർഭം വന്നു ചേരും. പുതിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും. വെല്ലുവിളികളെ നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ കഴിയും. ഗ്രഹത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും. ഭൂമി വിൽക്കാനും വാങ്ങാനും ഒക്കെ അനുകൂലമായ സമയമാണ്. പറ്റിയ പരസ്യങ്ങളെല്ലാം കൊടുത്ത് അതിനുള്ള ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം. എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ട് മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, പൂജാതി കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നത്, സത്യനാരായണ പൂജയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ദർശനം നടത്തുന്നത്, സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിച്ച് സന്തതികളുടെ സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ, ഹരേ രാമ ജപിക്കുമ്പോൾ, നെയ്ദീപം തെളിച്ച് തുളസി ദളം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് സർവ അഭീഷ്ടങ്ങളും സാധിച്ചു തരുവാൻ അപേക്ഷിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തും. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. ഗ്രഹത്തിൽ സമാധാനം നിലനിൽക്കും. കച്ചവടത്തിൽ അല്പം പുരോഗതി പ്രതീക്ഷിക്കാം. വീട് മാറി താമസിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ധാരാളമായി യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. ആരോഗ്യപരമായി
അല്പം ഗുണം വർദ്ധിക്കുന്നതാണ്. കവികൾക്കും കലാകാരന്മാർക്കും അവരുടെ പ്രശസ്തി വർദ്ധിക്കുന്നതാണ്. പുതിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ഊർജം ലഭിക്കുകയും ചെയ്യും. പൂർവിക സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തൊഴിലാളികൾക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകുന്നതിനായി രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിച്ച് മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിച്ചുകൊണ്ട് സന്താനഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശ്യനെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകൾ, പുതിയ ബിസിനസ്, അത് ചെറുകിട ബിസിനസ് ആയാലും വലിയ ബിസിനസ്സുകളായാലും തുടങ്ങുന്നതിനുള്ള ഒരു ശ്രമം നടത്തും. കടബാധ്യതകളൊക്കെ തീർക്കും. വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുമ്പോൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശനം നടത്തുവാൻ യോഗം കാണുന്നു. ഉദര രോഗങ്ങളെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അല്പശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ്. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ പങ്കെടുക്കും. സന്താനങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും അവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്യും. കുടുംബ സൗഖ്യം വന്നു ചേരും. സന്താനഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശന്റെ പ്രീതിക്കായി വ്രതമെടുത്ത് തുളസിമാലയോ താമര പൂവോ ഭഗവാൻ സമർപ്പിച്ച് അപേക്ഷിക്കുമ്പോൾ എല്ലാ സന്തതികളുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ നടത്തിത്തരും. മനസ്സറിഞ്ഞ് ഭഗവാനിൽ വിശ്വസിച്ച് അപേക്ഷകൾ സമർപ്പിക്കൂ. തീർച്ചയായും എല്ലാം മംഗളമായി നടക്കുന്നതാണ്. രാശിനാഥനായ ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രവർത്തനങ്ങൾ, കർമ്മരംഗത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിനായി അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും അതിനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. കർമ്മരംഗത്തെ മാറ്റങ്ങൾ വിജയകരമായി കൊണ്ടുപോകുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മമേഖലയിലേക്ക് ഇറങ്ങുക. വിജയം സുനിശ്ചിതമാണ്. തൊഴിലാളികളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി തൊഴിലാളികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളി ദിനം എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും നൽകട്ടെ. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഗുരുക്കന്മാരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റുന്നതിനുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതിനനുസരിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുകയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, മുതിർന്നവരെയും അതുപോലെ തന്നെ അവശരെയും സഹായിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവാധീനം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ നെയ്ദീപം തെളിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ അഷ്ടോത്തരം ജപിക്കുമ്പോൾ സർവ ഐശ്വര്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാർക്ക് അനുകൂല സമയം വരുന്നത് പോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള സാഹചര്യം വന്നു ചേരും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങളെല്ലാം ലഭിക്കുന്ന സന്ദർഭമാണ്. കുടുംബമൊത്ത് ചെറിയ യാത്രകൾ നടത്തുവാനുള്ള യോഗമുണ്ട്. ക്ഷേത്ര ദർശനത്തിനുള്ള അവസരം വന്നു ചേരും. മത്സരങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക ഞെരുക്കം അല്പം അനുഭവപ്പെടുമെങ്കിലും എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകും. അതിർത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. കുട്ടികളുടെ പുരോഗതിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കും. പിന്നെ ഏറെക്കാലമായി ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അല്പസ്വല്പം പരിഹരിക്കപ്പെടും. ഏജൻസി ഏർപ്പാടുകളിൽ നിന്നൊക്കെ അല്പസ്വല്പം ധനം ലഭിക്കും. കർമ്മരംഗം പുഷ്ടിപ്പെടും. പരീക്ഷാദികളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിൽ നിന്ന് പോലും ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടാവട്ടെ, സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ. തീർച്ചയായും എല്ലാം മംഗളമായി ഭവിക്കും. ഈ ദിവസം അല്പം
താമസിച്ചാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞത്. ക്ഷമിക്കുക. ചിലപ്പോൾ നിങ്ങളിത് കേൾക്കാൻ പറ്റുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും, ക്ഷമിക്കുക. ദിവസം തീരാറായപ്പോഴാണോ പ്രിഡിക്ഷൻ ചെയ്യണേന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. സാഹചര്യങ്ങൾ എന്നും എല്ലാവർക്കും ഒരുപോലെയല്ല. അല്പം ഞാൻ തിരുനെല്ലിയിൽ പോയിരിക്കുകയായിരുന്നു, വന്നപ്പോൾ കുറച്ച് ലേറ്റായി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലേറ്റായിട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പം ലേറ്റായിട്ടായാലും ഞാനത് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാത്തിരിക്കുന്നവർക്ക് നിരാശ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നേരത്തെ ചെയ്യുവാൻ ശ്രമിക്കാം. എന്നോട് സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാ നമ്മളെല്ലാം തൊഴിലാളികളും മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഇല്ല എങ്കിൽ പോലും ഏത് തൊഴിൽ ചെയ്യുന്നവരും ആ തൊഴിലിനോടുള്ള മാന്യത പുലർത്തിക്കൊണ്ട് തന്നെ എല്ലാ തൊഴിലാളികൾക്കും ഒരു നല്ല വർഷം, ഇനി അടുത്ത തൊഴിലാളി ദിനം വരെ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.